ഹായ് എവരിവൺ, വേദഗണിതം വേദിക് മാത്സിൻ്റെ മൂന്നാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് മൾട്ടിപ്ലിക്കേഷൻ വിത്ത് 11 ആയിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഈ ഒരു ക്ലാസ്സിലും പോകുന്നത്. അപ്പോൾ ഇവിടെ 3 ഡിജിറ്റ് നമ്പേഴ്സ് ഇൻറ്റു 11, മൾട്ടിപ്ലിക്കേഷൻ വിത്ത് 3 ഡിജിറ്റ് നമ്പർ ഇൻറ്റു 11. അപ്പോൾ 3 ഡിജിറ്റ് നമ്പർ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ 4 ഡിജിറ്റ് നമ്പർ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. 4 ഡിജിറ്റും അതിൻ്റെ മുകളിലുള്ള സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. പക്ഷേ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ എപ്പിസോഡിൽ ഇത് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ ചെയ്ത, അതായത് 11ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ 2 ഡിജിറ്റിൽ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെയും. പക്ഷേ അഡീഷൻ ഉണ്ട്, കുറച്ച് കൂടുതൽ അഡീഷൻ ഉണ്ട് എന്ന് മാത്രം. ഫസ്റ്റ് സ്റ്റെപ്പ് അവിടെ ചെയ്തതുപോലെ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് യൂണിറ്റ് പ്ലേസ് അതുപോലെ എഴുതുക. 3 ആണ് യൂണിറ്റ് പ്ലേസ്, അതുപോലെ എഴുതുന്നു. ഇനി ചെയ്യേണ്ടത് അഡ്ജസൻറ്റ് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. 3 + 2, 3യും 2യും തമ്മിൽ ആഡ് ചെയ്യുക. 3 + 2 എന്ന് പറയുന്നത് 5 ആണ്, അതിവിടെ എഴുതുക. അത് കഴിഞ്ഞിട്ട് 2ഉം 1ഉം തമ്മിൽ ആഡ് ചെയ്യുക. 2ഉം 1ഉം അഡ്ജസൻ്റ് ആണ്, അതുകൊണ്ട് അത് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 കിട്ടും, അത് എഴുതുക. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഡിജിറ്റ് അതുപോലെ എഴുതും. ലാസ്റ്റ് ഡിജിറ്റും ഫസ്റ്റ് ഡിജിറ്റും അതുപോലെ എഴുതുന്നു. ഇൻ ബിറ്റ്വീൻ ആയിട്ട് അഡ്ജസൻ്റ് നമ്പേഴ്സിൻ്റെ സം എഴുതുന്നു. 3 + 2 5 എഴുതി, 2 + 1 3 എഴുതി, പിന്നെ 1 അതുപോലെ എഴുതുന്നു. സിമ്പിളാണ്, അഡീഷൻ മാത്രമേ ഇതിൽ ചെയ്യുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇതൊന്ന് നോക്കാം. 3 1 2, ആദ്യം എഴുതേണ്ടത് 2 എഴുതി. അത് കഴിഞ്ഞ് അഡ്ജസൻറ്റ് നമ്പേഴ്സ് 2ഉം 1ഉം ആണ്. 2 + 1 3 എഴുതുന്നു. അത് കഴിഞ്ഞിട്ടുള്ള അഡ്ജസൻറ്റ് നമ്പേഴ്സ് 1ഉം 3ഉം ആണ്. 1ഉം 3ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 കിട്ടും. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഡിജിറ്റ് 3 അതുപോലെ എഴുതുക. 3 4 3 2, ഇതായിരിക്കും ആൻസർ. 2 എഴുതുന്നു. അത് കഴിഞ്ഞ് അഡ്ജസൻറ്റ് നമ്പേഴ്സിൻ്റെ സമ്മ് 2ഉം 1ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 അതെഴുതി. 1ഉം 3ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4, പിന്നെ ലാസ്റ്റ് ഡിജിറ്റ് 3 അതുപോലെ എഴുതുന്നു. ഇതാണ് സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് നമ്മൾ 11ൻ്റെ മൾട്ടിപ്ലിക്കേഷനിൽ ചെയ്യുന്നത്. ഒന്നുകൂടെ ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. നമ്മളവിടെ 11ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ 2 ഡിജിറ്റിൽ ചെയ്യുമ്പോഴും ബാലൻസ് വരുന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ 7 5 2 ഇൻറ്റു 11, ഇത് ചെയ്യുമ്പോഴെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ ആദ്യം ചെയ്യേണ്ടത് സെയിം, നമ്മൾ ആദ്യം എഴുതുന്ന അതേ നമ്പർ, അതായത് യൂണിറ്റ് പ്ലേസ് തന്നെ താഴെ എഴുതുന്നു. 2 ഇവിടെ എഴുതി. അഡ്ജസൻ്റ് നമ്പർ നമ്മൾ ആഡ് ചെയ്യുന്നു. 2ഉം 5ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 7 കിട്ടും. അടുത്തത് ആഡ് ചെയ്യുമ്പോൾ 5 + 7 ആണ്, നമുക്കറിയാം. 5 + 7 12 ആണ്. 12ൻ്റെ 2 എഴുതുന്നു. 1 carry over. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ഇനി ഈ 7 + 1 അല്ലേ, ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് 7 + 1 8 ആണ്. ആ 8 ഇവിടെ എഴുതുക. ആൻസർ 8 2 7 2 കിട്ടും. 2 അതുപോലെ എഴുതുന്നു. 2 + 5 7 എഴുതി. 5 + 7 12 ആണ്. 1 carry over ആണ്. 7 + 1 8 കിട്ടും. ഒന്നുകൂടെ ചെയ്യാം. 1 9 3 ഇൻറ്റു 11. എന്ത് ചെയ്യണം? 3 അതുപോലെ എഴുതുക. ചെയ്ത് നോക്കുക. 3 അതുപോലെ എഴുതുന്നു. 3 + 9 ആഡ് ചെയ്യുന്നു. 3 + 9 12 ആണ്. 1 carry over വന്നു അല്ലേ, 1 അവിടെ ഇരിക്കട്ടെ. അടുത്ത അഡ്ജസൻ്റ് നമ്പേഴ്സ് 9ഉം 1ഉം ആണ്. 9ഉം 1ഉം ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടും. 10ൻ്റെ കൂടെ എന്ത് ചെയ്യണം? ഈ 1 കൂടെ ആഡ് ചെയ്യണം അല്ലേ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ആ ക്യാരി ഓവർ ആയിട്ടുള്ള നമ്പേഴ്സ് കൂടെ ആഡ് ചെയ്യണം. ഇപ്പോൾ 9 + 1 10, 10 + 1 11 കിട്ടും. അപ്പോൾ അവിടെ 1 വരും. ഒന്നുകൂടെ 1 ക്യാരി ഓവർ ആണ്. ഇനി എന്ത് ചെയ്യണം? ലാസ്റ്റ് ഡിജിറ്റ് 1 ആണ്. ആ ലാസ്റ്റ് ഡിജിറ്റ് 1ൻ്റെ കൂടെ ഈ 1 കൂടെ ആഡ് ചെയ്തിട്ട് 2 എഴുതുക. 2 1 2 3. ഒന്നുകൂടെ പറയാം. 3 അതുപോലെ എഴുതുന്നു. അത് കഴിഞ്ഞിട്ട് 9ഉം 3ഉം തമ്മിൽ അഡ്ജസൻ്റ് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുന്നു. 9 + 3 12 ആണ്. 1 അവിടെ ബാലൻസ് ഉണ്ട്. 9 + 1 അടുത്ത അഡ്ജസൻ്റ് നമ്പേഴ്സ് 9ഉം 1ഉം ആണ്. 9ഉം 1ഉം ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടും. 10ൻ്റെ കൂടെ ബാലൻസ് ഉള്ള 1 ആഡ് ചെയ്യുന്നു. 11 അവിടെ 1 എഴുതി. പിന്നെയും 1 ബാലൻസ് ഉണ്ട്. ലാസ്റ്റ് ഡിജിറ്റ് എഴുതുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 1 ആണ് എഴുതേണ്ടത്, പക്ഷേ 1 ബാലൻസ് ഉള്ളത് കൊണ്ട് ആ 1 കൂടെ ആഡ് ചെയ്യുന്നു. 1 + 1 എന്ന് പറയുന്നത് 2 ആണ്. 2 1 2 3 ആൻസർ കിട്ടും. 3 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ 11ഉമായിട്ടുള്ള മൾട്ടിപ്ലിക്കേഷനിൽ നമ്മൾ ഈ ഒരു അഡീഷൻ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. 2 ഡിജിറ്റിലും ഇത് തന്നെയാണ് ചെയ്തത്. ഇവിടെ അഡീഷൻ കുറച്ച് കൂടും. അപ്പോൾ നമ്പർ ഓഫ് ഡിജിറ്റ്സ് കൂടുന്നതിനനുസരിച്ച് ഈ അഡീഷൻ കുറച്ച് കൂടുമെന്ന് മാത്രം. അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് കൂടുതൽ ഡിജിറ്റുള്ള നമ്പേഴ്സുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ.